Hi friends, Anjali Tech Academy's online channel. My name is Bittuji Ranjit. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന എക്കണോമിയിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നാഷണൽ ഇൻകം എന്ന ഭാഗത്ത് നിന്ന് മത്സര പരീക്ഷയിൽ സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കാറുള്ള GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, NDP നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, GNP ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, NNP നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, NFIA നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, ഫാക്ടർ പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, പെർ ക്യാപിറ്റ ഇൻകം, ഇങ്ങനെയൊക്കെ മത്സര പരീക്ഷയിൽ തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, ഫോർമുലകൾ ചോദിക്കാറുണ്ട്. നമുക്ക് A to Z കാര്യവും കുറച്ചു നേരം കൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കാം. അത് മാത്രമല്ല ഇതിന്റെയൊക്കെ ഫോർമുല ഓർത്ത് വെക്കാനുള്ള ടെക്നിക്കും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിന്റെ ഒക്കെ PDF നോട്ട്സ് വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അയക്കാം. അത് മാത്രമല്ല ഞങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെയും ലിങ്ക് ഞാൻ അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സും മിസ്സാകത്തില്ല. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, GDP അഥവാ മൊത്ത ആഭ്യന്തര ഉൽപാദനം. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആഭ്യന്തരം അഥവാ ഈ നടുക്കുള്ള ലെറ്റർ നോക്കിയോ, D ഡൊമസ്റ്റിക്, അതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ, അതാണ് ആഭ്യന്തരം അഥവാ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലുള്ള ഡൊമസ്റ്റിക് മാർക്കറ്റില് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അതും ഒരു നിശ്ചയ കാലയളവിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം എന്തോ അതാണ് GDP. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ നടക്കുന്ന വ്യാപാരം ആയിരിക്കണം. ഒരു വിദേശി നമ്മുടെ രാജ്യത്തിനുള്ളിൽ വന്നിട്ട് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിച്ച് അതിന്റെ പണത്തിന്റെ മൂല്യം GDPയിൽ ഉൾപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഉൾപ്പെടും. കാരണം അവൻ കച്ചവടം നടത്തിയത് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ വന്നിട്ട് ഇവിടത്തെ മാർക്കറ്റിലാണ്. മോഡി കോവിഡിന് ശേഷം വിദേശത്തുള്ള പല കമ്പനികളെയും ഇങ്ങോട്ട് ക്ഷണിച്ചു. നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യാതെ നമ്മുടെ രാജ്യത്തിനുള്ളിലോട്ട് വന്ന് ഇവിടെ മാനുഫാക്ചറിങ് നടത്തൂ എന്ന്. കാരണം രാജ്യത്തിനുള്ളിലെ GDP വർദ്ധിപ്പിക്കാനാണ്. അങ്ങനെ ഓർത്താൽ മതി. എങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ നമ്മുടെ രാജ്യം വിട്ട് ഫോർ എക്സാമ്പിൾ ഗൾഫിൽ പോയി അവിടെ ഒരു ബിസിനസ് തുടങ്ങി, അതിന്റെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിന്റെ മൂല്യം നമ്മുടെ രാജ്യത്തിന്റെ GDPയിൽ പെടുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്നാണ്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ടെറിട്ടറിക്കുള്ളിൽ, ഈ ബൗണ്ടറിക്കുള്ളിൽ നടക്കുന്ന വ്യാപാരം ആയിരിക്കണം എന്ന് ഓർത്തോളൂ. പണ്ടത്തെ കാലത്ത് വിദേശികളൊക്കെ നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളിലൊക്കെ ആകർഷകരായിട്ട് നമ്മുടെ രാജ്യത്തിലെ ടെറിട്ടറിക്ക് ഉള്ളിൽ വന്ന് കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ GDPക്ക് ഇന്നത്തെ കാലത്ത് ഒരു എക്സാമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചോളൂ. ഡൊമസ്റ്റിക് മാർക്കറ്റ് അഥവാ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര മാർക്കറ്റ്, ഈ ബൗണ്ടറിക്കുള്ളിൽ നടക്കുന്ന കച്ചവടം എന്തോ അതാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപാദനം. എങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് NDP ആണ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അത് ഗ്രോസ് ആണെന്നുണ്ടെങ്കിൽ ഇത് നെറ്റ് ആണ്. അപ്പൊ ഗ്രോസിനും നെറ്റിനും തമ്മിലുള്ള വ്യത്യാസമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ബാങ്കിൽ പോയിട്ട് ലോണിനൊക്കെ അപേക്ഷിക്കുകയാണ്. അപ്പൊ അവര് സാലറി ചോദിക്കും, സാറിന്റെ ഗ്രോസ് സാലറി എത്രയാണ്? ഫോർ എക്സാമ്പിൾ 50,000 രൂപ എന്നാണ് പറയുന്നതെങ്കിൽ അവരടുത്ത് ചോദിക്കും നെറ്റ് സാലറി എത്രയാണ്? നമ്മൾ പറയുന്നു 40,000 രൂപ. അതിനർത്ഥം 50,000 രൂപ മേടിച്ചിട്ട് 10,000 രൂപ പിടിത്തവും കഴിഞ്ഞിട്ട് 40,000 രൂപയായിരിക്കും കയ്യിൽ കിട്ടുന്നത്. അപ്പൊ അതിനാണ് മൂല്യം. അതാണ് ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം. അതായത് GDP എന്ത് എന്നാൽ ഒരു നിശ്ചിത കാലയളവിൽ, അപ്പൊ ഒരു വർഷത്തെ കണക്കാണ് എടുക്കുന്നതെന്ന് ഓർത്തോളൂ, 2025-26, ആ ഒരു വർഷത്തിനുള്ളിൽ ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിന്റെ മൂല്യം. എന്നാൽ NDPയിലോട്ട് വരുമ്പോൾ ആ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള മിഷൻ ഉണ്ടാവും. ആ മിഷൻസിന് തേയ്മാനം ഉണ്ടാവും. ആ തേയ്മാന ചെലവും പോയിട്ട് ബാക്കി നെറ്റായിട്ടുള്ള പണത്തിന്റെ മൂല്യമായിരിക്കും നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു നാട്ടില് മാവാട്ടുന്ന മില്ലുണ്ട് എന്ന് വെച്ചോളൂ. ഒരു വർഷം കൊണ്ട് ആ മില്ലിൽ നിന്ന് അയാളുടെ അതിന്റെ ഉടമ ഉണ്ടാക്കിയ സമ്പാദ്യം 10 ലക്ഷം രൂപയാണ്. അടുത്തുള്ള ഹോട്ടലുകൾക്കൊക്കെ മാവാട്ടി കൊടുത്ത് അങ്ങനെ 10 ലക്ഷം രൂപ അയാൾ പ്രോഫിറ്റ് ഉണ്ടാക്കി. പക്ഷെ അങ്ങനെ 10 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയപ്പോഴത്തേക്കും
അതിൽ ആട്ടുന്ന മെഷീൻ ഉണ്ടല്ലോ, ഗ്രൈൻഡർ, വലിയ ഗ്രൈൻഡർ എന്ന് ഓർത്തോളൂ. ആ ഗ്രൈൻഡറിനൊക്കെ സർവീസ് ചെയ്യണമല്ലേ, ബെൽറ്റ് മാറ്റിയിടേണ്ടി വരും, ചിലപ്പോൾ മോട്ടോർ കംപ്ലൈന്റ് ആവും. അങ്ങനെ ഒരു വർഷത്തിൽ അതിന്റെ സർവീസിന് വേണ്ടി അയാൾക്ക് ചിലവായിട്ടുള്ള തുക 1,00,000 രൂപയാണ് എന്നുണ്ടെങ്കിൽ അതാണ് തേയ്മാനം വന്ന തുക, ഡിപ്രസിയേഷൻ. ആ 10,00,000 രൂപ ലാഭത്തിൽ നിന്നും ഈ 1,00,000 രൂപ കുറച്ചിട്ട് നെറ്റായിട്ട് അയാൾക്ക് കിട്ടിയ ലാഭം എത്രയായിരിക്കും? 9,00,000 രൂപ. അതുപോലെ തന്നെയാണ്, അതാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതായത് GDP, അതായത് ഗ്രോസിൽ നിന്നും ഡിപ്രസിയേഷൻ, തേയ്മാനം, മിഷന് വന്ന തേയ്മാനത്തിന്റെ തുക കുറച്ച് നെറ്റായിട്ട് കയ്യിൽ കിട്ടുന്നത് എന്താണോ അതാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് ഓർത്തോളൂ. അപ്പോ NDP കണ്ടുപിടിക്കാനായിട്ട് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മൈനസ് ഡിപ്രസിയേഷൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളില് ഒരു വർഷം ഉത്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിന്റെ മൊത്തം മൂല്യത്തെ കുറിച്ച് മാത്രമേ GDP പറയുന്നുള്ളൂ. അതാണ് ഗ്രോസ്. എന്നാൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും അത് ഉത്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മിഷന് വരുന്ന തേയ്മാനത്തിന്റെ ചെലവുണ്ടാവും. ആ തേയ്മാനത്തിന്റെ ചെലവും കൂടെ കുറച്ചതിന് ശേഷം നെറ്റായിട്ട് കിട്ടുന്ന പണത്തിന്റെ മൂല്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് 10 ലക്ഷം ആണ് എന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് മിഷന്റെ തേയ്മാനത്തിനായിട്ട് 1,00,000 രൂപ ചെലവ് വന്നു കഴിഞ്ഞാൽ ആ 10ൽ നിന്നും 1,00,000 രൂപ കുറച്ച് 9,00,000 രൂപയാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ പണത്തിന്റെ മൂല്യം. അതാണ് യഥാർത്ഥത്തിലുള്ളത്, നെറ്റായിട്ടുള്ള മൂല്യം അല്ലേ. എങ്കിൽ നമുക്ക് ഇനി നോക്കാനുള്ളത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അഥവാ മൊത്ത ദേശീയ ഉൽപാദനം. ആ ദേശീയ അഥവാ നടുക്കത്തെ ലെറ്റർ N ആണ്, നാഷൻ. അത് ഓർത്തു വെച്ചോളൂ. നമ്മുടെ നാഷണലിൽ ഉള്ളവർ, നമ്മുടെ പൗരന്മാർ, അതാണ് നമ്മുടെ പൗരന്മാര്. നമ്മുടെ രാജ്യത്തിനകത്തോ പുറത്തോ എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൗരന്മാര് ഒരു നിശ്ചിത കാലയളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിന്റെ മൂല്യമാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ രാജ്യത്തിലെ പൗരന്മാര് മാത്രമേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലാണെന്നുണ്ടെങ്കിലാണ് ഡൊമസ്റ്റിക്. അവിടെ നമ്മുടെ രാജ്യത്തിലെ പൗരന്മാരൊന്നുമില്ല. അതിർത്തിക്കുള്ളിൽ ആര് വന്നിരുന്നാലും GDP പെടും. ഇവിടത്തെ കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാരൻ, അത് രാജ്യത്തിനകത്തായിരിക്കട്ടെ പുറത്തായിരിക്കട്ടെ, എവിടെ പോയിട്ടാണെന്നുണ്ടെങ്കിലും അവൻ ചെയ്യുന്ന കച്ചവടത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിന്റെ മൂല്യം ഇതില് ആഡാവും. അതാണ് N എന്നാൽ നാഷണലിസ്റ്റ് അഥവാ നമ്മുടെ നാഷണലിലെ സിറ്റിസൺ എന്ന് ഓർത്തോളൂ. അപ്പോ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. എങ്കിൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ത് എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം. ഒരു ഇന്ത്യക്കാരൻ രാജ്യത്തിനകത്തോ പുറത്തോ എവിടെയായിരുന്നാലും അവൻ ഉത്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെ ഗ്രോസ് മൊത്തമായിട്ടുള്ള കണക്കാണ് മറ്റേതിൽ പറയുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ അവന് അത് ഉത്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മിഷന് വന്നിട്ടുള്ള തേയ്മാനം അഥവാ ഡിപ്രസിയേഷൻ അത് കുറച്ചതിന് ശേഷമുള്ള നെറ്റ് ആയിട്ടുള്ള കണക്കാണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുല ഉണ്ട്, അത് ഞാൻ ഈസി ആയിട്ട് കണക്ട് ചെയ്ത് തരാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തോളൂ. ആദ്യം നമ്മൾ നോക്കിയത് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, നമ്മുടെ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് മാർക്കറ്റ്, ബൗണ്ടറിക്കുള്ളിലുള്ള മാർക്കറ്റിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു എന്നോർത്തോളൂ. അത് വിദേശിയാണെങ്കിലും സ്വദേശിയായിരുന്നാലും അവൻ നമ്മുടെ രാജ്യത്തിനുള്ളിൽ വന്ന് നടത്തുന്ന കച്ചവടത്തിലുണ്ടാവുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണത്തിന്റെ മൂല്യം. എങ്കിൽ അവിടെ നിന്ന് ഗ്രോസിൽ നിന്ന് നെറ്റിലോട്ട് വരുമ്പോഴത്തേക്കോ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതില് അവന് ചെലവാകുന്ന അല്ലെങ്കിൽ അവൻ ആ പ്രോഡക്റ്റ് ഒക്കെ ഉത്പാദിപ്പിക്കാനായിട്ട് മിഷൻസ് ആവശ്യമുണ്ട്. ആ മിഷന് ഉണ്ടാകുന്ന തേയ്മാനത്തിന്റെ ചെലവ്, അതാണ് ഡിപ്രസിയേഷൻ. അത് കുറച്ച് കിട്ടുന്നതാണ് NDP. ഗ്രോസിൽ നിന്നും ഡിപ്രസിയേഷൻ കുറച്ചാൽ നെറ്റ് കിട്ടും എന്ന് ഓർത്തോളൂ. പിന്നെ നമ്മൾ നോക്കിയത് GNP ആണ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ആ പേരിലെ നടുക്കത്തെ ലെറ്റർ N ആണ്, N ഫോർ നാഷണലിസ്റ്റ് അഥവാ ഇന്ത്യൻ സിറ്റിസൺ എന്ന് ഓർത്തോളൂ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ ബൗണ്ടറി ഒന്നുമല്ല, രാജ്യത്തിനകത്താണെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യൻ സിറ്റീസൺ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിന്റെയും സേവനങ്ങളുടെയൊക്കെ ആകെ തുകയുടെ മൂല്യം അത് നിശ്ചിത കാലയളവിലാണ് എന്നുണ്ടെങ്കിൽ അത് GNPയിൽ ഉൾപ്പെടും, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. എങ്കിൽ ആ പ്രോഡക്റ്റ് ഒക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് അവന് മെഷീൻസ് ആവശ്യമുണ്ട്. അത് ആ മിഷൻസ് നടത്തിപ്പിനും അതിന് വരുന്ന കേടുപാടുകൾക്കും അല്ലെങ്കിൽ തേയ്മാനത്തിനുമാകുന്ന ചെലവ് അതിൽ നിന്നും കുറച്ചു കഴിഞ്ഞാൽ
നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. ഗ്രോസിൽ നിന്നും നെറ്റ് ആവാനായിട്ട് ആ മെഷീൻസിന്റെ കേടുപാടുകൾക്ക് വരുന്ന ചെലവ് ഡിപ്രസിയേഷൻ അങ്ങ് കുറച്ചാൽ മതി എന്നും ഓർത്തോളൂ. എങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് NFIA ആണ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. എന്ത് എന്നാൽ ഒന്നുമില്ല, നമ്മള് ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് സമ്പാദിച്ച് നമ്മുടെ നാട്ടിലോട്ട് കാശ് അയക്കാറുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ, പണ്ട് മുതലേ പ്രവാസികൾ കൂടുതലാണ്. അതുപോലെ നമ്മുടെ നാട്ടില് വിദേശത്തുള്ളൊരു പൗരൻ, ഒരു ബംഗ്ലാദേശുകാരനാണ് എന്ന് ഓർത്തോളൂ, അവൻ ഇവിടെ വന്ന് അധ്വാനിച്ച് ഇവിടെ നിന്ന് എമൗണ്ട് ഉണ്ടാക്കി അവന്റെ നാട്ടിലോട്ടും അയക്കാറുണ്ട്. അങ്ങനെ അവിടെ നിന്ന് വരുന്നതും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതും വരുന്ന കാശുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് NFIA എന്ന് ഓർത്തോളൂ. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വിദേശത്ത് പോയി പണിയെടുത്തിട്ട് 1 ലക്ഷം രൂപ നമ്മുടെ നാട്ടിലോട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ, ബംഗാളികൾ ഇവിടെ നിന്ന് പണിയെടുത്തിട്ട് 80,000 രൂപയാണ്, ബംഗാളികളും മറ്റു വിദേശ പൗരന്മാരും കൂടെ 80,000 രൂപയാണ് അവരുടെ നാട്ടിലോട്ട് അയച്ചു കൊടുത്തതെന്ന് വെച്ചോളൂ. അപ്പൊ അതിനുള്ള വ്യത്യാസത്തിൽ നമ്മൾ 1 ലക്ഷം അയച്ചപ്പോൾ അവര് 80,000 ഇവിടെ നിന്ന് കൊണ്ടുപോയി. അപ്പൊ 1 ലക്ഷം രൂപ മൈനസ് 80,000, 20,000 രൂപയാണ് NFIAയില് നമുക്ക് പ്രോഫിറ്റ് ആയി വരുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ അയക്കുന്നത് കുറവും അവർ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് കൂടുതലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് NFIAയില് മൈനസ് ആവും. ഫോർ എക്സാമ്പിൾ 1000 ആണ് നമ്മൾ അവിടെ നിന്ന് അയച്ചത്, ഇവിടെ നിന്ന് അവര് 2000 രൂപ നാട്ടിലോട്ട് അയച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് -1000 ലോസ് ആണ്. അങ്ങനെ ഓർത്തോളൂ. അപ്പൊ NFIA എന്നാൽ വിദേശത്ത് പോയി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും നമ്മുടെ നാട്ടിൽ നിന്നും വിദേശികൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നതും തമ്മിലുള്ള കാശിന്റെ വ്യത്യാസമാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഈസി അല്ലേ ഓർത്തിരിക്കാൻ? അത് ഓർക്കാനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. NFIA എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നിന് വരെ M ആണെന്ന് ഓർത്തോളൂ. M ഇട്ട് കഴിഞ്ഞാൽ മാഫിയ പോലെയല്ലേ, മാഫിയ. വലിയ വലിയ ഭീമൻ മാഫിയകളൊക്കെ ഇവിടുന്ന് വിദേശത്ത് പോയി ബിസിനസ് ഡീല് നടത്താറുണ്ട്. വിദേശത്തുള്ള മാഫിയകളൊക്കെ വന്നിട്ട് ഇവിടെ നിന്നും ബിസിനസ് ഡീല് നടത്താറുണ്ടല്ലേ. അപ്പൊ അങ്ങനെ ഇവിടെയുള്ള മാഫിയ അവിടെ പോയി സമ്പാദിക്കുന്നതും അവിടെ ഉള്ള മാഫിയ ഇവിടെ വന്ന് സമ്പാദിക്കുന്നതും തമ്മിലുള്ള കാശിന്റെ വ്യത്യാസമാണ് ഇത് എന്ന് ഓർത്തോളൂ. വിദേശ മാഫിയ എന്ന് കോഡിനായിട്ട് ഓർത്ത് വെച്ചോളൂ. അതാണ് NFIA. വിദേശത്ത് നിന്നും ഇങ്ങോട്ട് ഒഴുകുന്ന പണവും ഇവിടെ നിന്നും അങ്ങോട്ട് ഒഴുകുന്ന പണവും തമ്മിലുള്ള വ്യത്യാസം അത്രേ ഉള്ളൂ. അപ്പോ NFIA കണ്ടെത്താൻ പറഞ്ഞാൽ ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ അവർ റെസിഡന്റ് ഫ്രം അബ്രോഡ്, നമ്മുടെ സിറ്റിസൺ അബ്രോഡിൽ നിന്നും സമ്പാദിക്കുന്ന ഫാക്ടർ ഇൻകത്തിൽ നിന്നും ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ നോൺ റെസിഡന്റ് വിത്തിൻ അവർ കൺട്രി, നമ്മുടെ നാട്ടിൽ വന്ന് വിദേശികൾ സമ്പാദിക്കുന്ന ഫാക്ടർ ഇൻകം കുറച്ചാൽ മാത്രം മതിയാവും NFIA കിട്ടാനാണ്. അങ്ങനെയെങ്കിൽ GDPയോടൊപ്പം NFIA ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് GNP ആയിരിക്കും എന്നും ഓർത്തോളൂ. ഞാൻ വ്യക്തമാക്കി തരാം. GDP എന്നാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതില് നമ്മുടെ രാജ്യത്തിലെ സിറ്റിസണ് വിദേശിയും അവര് ഉത്പാദിപ്പിക്കുന്ന ഫാക്ടർ ഇൻകം ആണ് GDPയിൽ ഉണ്ടാകുന്നത്. എന്നാൽ ആ GDPയിൽ നിന്നും വിദേശികൾ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടർ ഇൻകം എടുത്തു മാറ്റും. എന്നിട്ട് നമ്മുടെ നാട്ടിലെ സിറ്റിസണ് വിദേശത്ത് പോയി സമ്പാദിക്കുന്ന ഫാക്ടർ ഇൻകം ആഡ് ചെയ്താൽ അപ്പോൾ എന്തൊക്കെയായിരിക്കും അവിടെ വരുന്നത്? നമ്മുടെ രാജ്യത്തുള്ളവര് നമ്മുടെ രാജ്യത്തിനുള്ളിൽ നിന്നും പുറത്തു നിന്നും സമ്പാദിക്കുന്ന ഫാക്ടർ ഇൻകം മാത്രമായി മാറും. അതല്ലേ GNP എന്ന് പറയുന്നത്. അപ്പോ വിദേശികള് നമ്മുടെ രാജ്യത്തിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ഫാക്ടർ ഇൻകം അവോയ്ഡ് ചെയ്തിട്ട് വിദേശത്ത് പോയി നമ്മുടെ രാജ്യത്തിലുള്ളവർ സമ്പാദിക്കുന്ന ഫാക്ടർ ഇൻകം ആഡ് ചെയ്യാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ NFIA അല്ലേ ആഡ് ചെയ്ത് കൊടുക്കുന്നത് GDPയോടൊപ്പം? യെസ്, അത്രേ ഉള്ളൂ. GDPയിൽ നിന്നും NFIA ആഡ് ചെയ്താൽ നമ്മുടെ ഡൊമസ്റ്റിക്കിനുള്ളിൽ വിദേശികൾ സമ്പാദിക്കുന്ന ആ ഫാക്ടർ ഇൻകം മാറുകയും ചെയ്യും. വിദേശത്ത് നിന്നും നമ്മുടെ രാജ്യത്തുള്ളവർ സമ്പാദിക്കുന്ന ഫാക്ടർ ഇൻകം അതിൽ ആഡായി GNP ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അഥവാ നമ്മുടെ സിറ്റിസൺസ് മാത്രം സമ്പാദിക്കുന്ന കണക്ക് നമുക്ക് കിട്ടും എന്നും ഓർത്തോളൂ. അപ്പോ GDPയിൽ നിന്നും NFIA ആഡ് ചെയ്താൽ മാത്രം മതി നമുക്ക് GNP കിട്ടാൻ എന്നും ഓർത്തോളൂ. നമുക്ക് ക്ലാസിന്റെ അവസാനം നമ്മൾ പറഞ്ഞ ഫോർമുല ഓരോന്നായിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പൊ ഇത്രയും കാര്യം കൂടെ ഓർത്തു വെച്ചോളൂ. GDPയിൽ നിന്നും NFIA ആഡ് ചെയ്ത് കഴിഞ്ഞാൽ GNP കിട്ടുന്നത് പോലെ തന്നെ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നിന്നും NFIA ആഡ് ചെയ്താൽ കിട്ടുന്നത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആയിരിക്കും എന്നും ഓർത്തോളൂ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഗ്രോസിൽ നിന്നും നെറ്റ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വാല്യൂ നമുക്ക് കിട്ടാനായിട്ട് ആ ഡിപ്രസിയേഷൻ അങ്ങ് കുറച്ചാൽ മതി. യന്ത്രങ്ങളുടെ തേയ്മാനത്തിന്റെ തുക കുറച്ചു കഴിഞ്ഞാൽ എന്താണ് നെറ്റ് വാല്യൂ നമുക്ക് കിട്ടും. അങ്ങനെയെങ്കിൽ
ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനോടൊപ്പം NFIA ആഡ് ചെയ്താൽ കിട്ടുന്നത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനോടൊപ്പം NFIA ആഡ് ചെയ്താൽ കിട്ടുന്നത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആണ് എന്നും ഓർത്തോളൂ. അപ്പൊ ഇനി നോക്കാനുള്ളത് ഫാക്ടറി പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് എന്ത് എന്നാണ്. ഒരു പ്രോഡക്റ്റ് ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കുമ്പോൾ ആ പ്രോഡക്റ്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവുകൾ എന്തോ അതാണ് ഫാക്ടറി പ്രൈസ് എന്ന് ഓർത്തോളൂ. ഞാൻ ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഈ സബ്സിഡിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും കണക്ട് ആവാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോ നിങ്ങൾ ആരംഭിക്കുന്നത് ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ കമ്പനിയാണ് എന്ന് വെച്ചോളൂ. അതിനാദ്യം നിങ്ങൾക്ക് മൂലധനം വേണം. മൂലധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫിനാൻസ് വേണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഫാക്ടറി തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ലാൻഡ് ആയിരിക്കും ലോക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ആ ലാൻഡ് ലോക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിലിണ്ടറും കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിരിക്കും നിങ്ങൾ മേടിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ അതിന്റെ റോ മെറ്റീരിയൽസിലും കാര്യങ്ങൾ ഇത്രയും റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലേബേഴ്സിനെ വിളിച്ചിട്ട് നിങ്ങൾ അതിന്റെ ഉൽപാദനം പ്രോഡക്റ്റ് തുടങ്ങുമല്ലേ. അങ്ങനെ ഇതിനൊക്കെ ആ പ്രോഡക്റ്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾക്കുമുള്ള ചിലവാണ് ഫാക്ടർ പ്രൈസ് എന്ന് ഓർത്തോളൂ. എങ്കിൽ ഈ പ്രൈസിലായിരിക്കില്ല നമുക്ക് സിലിണ്ടർ മാർക്കറ്റിൽ കിട്ടുന്നത്. മാർക്കറ്റിൽ കിട്ടുമ്പോൾ ഇതിനോടൊപ്പം ഗവൺമെന്റ് ടാക്സ് ആഡ് ചെയ്യുമല്ലേ. യെസ്, ഗവൺമെന്റ് GST ആഡ് ചെയ്യും. അതിന് പുറമെ നമുക്ക് സബ്സിഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോടൊപ്പം സബ്സിഡി തരും. സ്ഥിരം സിലിണ്ടർ മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് സബ്സിഡി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാറുണ്ടല്ലേ. അപ്പൊ അത് വെച്ചിട്ട് ഓർത്താൽ മതി. അപ്പൊ ഫാക്ടറി പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവാണ്. അത് ക്യാപിറ്റൽ, ലാൻഡ്, റോ മെറ്റീരിയൽസ്, ലേബർ തുടങ്ങിയവയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എങ്കിൽ മാർക്കറ്റിലോട്ട് വരുമ്പോഴത്തേക്കും അതിനോടൊപ്പം ഗവൺമെന്റിന്റെ GST ആഡ് ആവും. പിന്നെ ഗവൺമെന്റ് നൽകുന്ന സബ്സിഡി ഇളവുകളും കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ മാർക്കറ്റിൽ നിന്നും ആ ഗുഡ്സ് മേടിക്കുന്നത്. അപ്പോ ചോദിക്കും GDPയുടെ ഫാക്ടറി പ്രൈസ് എന്താണ്, GDPയുടെ മാർക്കറ്റ് പ്രൈസ് എന്താണ് എന്ന്. അപ്പോ GDPയുടെ ഫാക്ടറി പ്രൈസ് എന്ത് എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളില് ഇവിടെ വിദേശിയാണെന്നുണ്ടെങ്കിലും സ്വദേശിയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിന്റെ അത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള തുക എന്ത് എന്ന് ചോദിച്ചാൽ അതാണ് ഫാക്ടറി പ്രൈസ്. എങ്കിൽ അത് മാർക്കറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഗവൺമെന്റിന്റെ GSTയും സബ്സിഡിയും ആഡ് ആവും. അങ്ങനെ വരുന്ന തുകയാണ് GDPയുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതുപോലെ NDPയുടെ ഫാക്ടറി പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, NNPയുടെ ഫാക്ടറി പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ പറയാം എന്നുള്ളതല്ലേ ഉള്ളൂ. ഫാക്ടറി പ്രൈസ് എന്താണ്, മാർക്കറ്റ് പ്രൈസ് എന്താണ് എന്നിവ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അങ്ങനെയെങ്കിൽ ഓക്കെ. എങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ പഠിച്ചതെല്ലാം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പോവാം. GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ഡൊമസ്റ്റിക് ഈ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ വിദേശിയാണെന്നുണ്ടെങ്കിലും സ്വദേശിയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് GDP. അത് ഗ്രോസ് ആണ്. ഗ്രോസ് നെറ്റ് ആവുന്നത് ഞാൻ ബാങ്കിന്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞായിരുന്നു. അതിൽ നിന്നും ഡിപ്രസിയേഷൻ അല്ലെന്നുണ്ടെങ്കിൽ അത് നിർമ്മിക്കാനുള്ള യന്ത്രങ്ങൾക്ക് വരുന്ന തേയ്മാനത്തിന് ആവശ്യമായിട്ടുള്ള തുക കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എങ്കിൽ GNP, NNP എന്നിവ നടുക്കുള്ള N ഓർത്തോളാനാണ് ഞാൻ പറഞ്ഞത്. നേഷൻ D എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് അതിർത്തി, എങ്കിൽ ഇത് നേഷൻ ആണ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ആണ്. നമ്മുടെ നാഷണലിൽ ഉള്ളവർ, അത് രാജ്യത്തിനുള്ളിലാണെന്നുണ്ടെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും അവർ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിശ്ചിത കാലയളവിലുള്ള വാല്യൂ ആണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. എങ്കിൽ ആ ഗ്രോസിൽ നിന്നും ആ ഡിപ്രസിയേഷൻ കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്നും ഓർത്തോളൂ. എങ്കിൽ GDPയിൽ നിന്നും NFIA കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും GNP. അതിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡൊമസ്റ്റിക്കിൽ നിന്നും വിദേശികളെ അവോയ്ഡ് ചെയ്തിട്ട് വിദേശത്തുള്ള നമ്മളെ ഇന്ത്യൻ പൗരന്മാരുടെ ഫാക്ടർ ഇൻകം ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഓക്കെ. എങ്കിൽ അതുപോലെ NDPയിൽ നിന്നും NFIA കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് നമുക്ക് NNP ആയിരിക്കും, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസിന്റെ PDF നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാം. എക്കണോമിക്സിൽ നിന്നുള്ള കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. ഈ ക്ലാസിന്റെയും അഭിപ്രായം എന്ത് തന്നെയായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് അറിയിക്കൂ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.